റെയിൽവേ ALP ടെക്നീഷ്യൻ CBT2-ൻ്റെ അടുത്തൊരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുവരെ ഒരു 13 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊരു പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ടോപ്പിക്കാണ്, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക്, IT ലിറ്ററസി. അപ്പോൾ ഇവിടെ IT ലിറ്ററസി 1-2 ക്വസ്റ്റ്യനാണ് ചോദിക്കുക. പക്ഷേ ക്വസ്റ്റ്യൻ്റെ എണ്ണത്തിലല്ല. ഇപ്പോൾ SSCനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കമ്പ്യൂട്ടർ ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ അല്ല. അത് ജസ്റ്റ് ക്വാളിഫയിങ് പേപ്പറാണ്. പക്ഷേ ഇവിടെ റെയിൽവേൻ്റെ ALPൻ്റെ എക്സാമിൽ ക്വസ്റ്റ്യൻ്റെ എണ്ണം കുറവാണെങ്കിലും റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥത്തിൽ IT ലിറ്ററസി ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. തുടക്കത്തിൽ കുറച്ച് ചപ്പും ചോറും കാര്യങ്ങൾ ബേസിക് ആയിട്ടില്ലേ, കമ്പ്യൂട്ടർ എന്താണ്, കീബോർഡ് എന്താണ്, മൗസ് എന്താണ്, അപ്പോൾ അത് ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് നോക്കി പോവാം. ഇതൊക്കെ കുറേ എല്ലാം അറിയുന്നതായിരിക്കും. കമ്പ്യൂട്ടർ എന്താണ്, ഒരു മെഷീനാണ്. അത് കുറേ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന് കണക്കായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഒക്കെ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ ആദ്യം തന്നെ തുടക്കത്തിൽ പറയുന്നത് 2 കാര്യങ്ങളാണ്. ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഹാർഡായിട്ട് നമുക്ക് പ്രസ് ചെയ്യാനും ടച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ് ഹാർഡ്വെയർ. നമ്മൾ മൗസ്, കീബോർഡ്, അതൊക്കെ ഹാർഡ്വെയറാണ്. നമുക്ക് തൊടാനും ഒരു ഫിസിക്കൽ എക്യുപ്മെൻറ്റ്, നമുക്ക് തൊടാനും അതുപോലെ തന്നെ യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന കാര്യങ്ങളാണ്. എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. കീബോർഡ് എന്താണ്, സ്റ്റോറേജ് ഡിവൈസ്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ കേസ്, മോണിറ്റർ, കേബിൾ, അങ്ങനത്തെ കാര്യങ്ങൾ. രണ്ടാമത്തേതാണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് പ്രോഗ്രാംസ്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കണം. അപ്പോൾ അതിനുപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ നമുക്ക് തൊടാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മൾ വിൻഡോസ് എന്ന് പറയുന്നത്, അതെന്താണ്, നമുക്ക് തൊടാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അകത്തുള്ളത് അതാണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എക്സാമിന് ചോദിക്കുക, ഒരു 3-4 എണ്ണം ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. എന്നിട്ട് ഇതിൽ സോഫ്റ്റ്വെയർ ഏതാണ് എന്ന് സെലക്ട് ചെയ്യാനുണ്ടാവും. അപ്പം അങ്ങനെയാണ് ഇത് ക്വസ്റ്റ്യനായിട്ട് വരിക എക്സാമിൽ. എല്ലാവർക്കും കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ജസ്റ്റ് ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്. നമ്മളിപ്പോൾ ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സോഫ്റ്റ്വെയർ. നമ്മൾ മൗസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഹാർഡ്വെയർ. ജസ്റ്റ് ഈ 2 വാക്കുകൾ. മെയിനായിട്ട് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ടാസ്ക് ചെയ്യുന്നത് 3 പ്രോസസ്സിലേക്ക് കൂടിയാണ്. ഒന്ന്, നമ്മളുടെ ഡിസൈഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, കമ്പ്യൂട്ടർ അതെന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ടായിട്ട് അത് തരും. IPO, ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട്. ഇതാണ് ഒരു കമ്പ്യൂട്ടർ ഫോളോ ചെയ്യുന്നത്. ഒരു ടാസ്കിന് കമ്പ്യൂട്ടർ ഫോളോ ചെയ്യുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഇറ്റ് നീഡ്സ് സർട്ടൻ ഇൻപുട്ട്, പിന്നെ ആ ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യും, ആൻഡ് പ്രൊഡ്യൂസസ് ദ ഡിസൈർഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു. ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഈ നടുക്ക് കൊടുത്തിട്ടുള്ളതാണ് കമ്പ്യൂട്ടർ അത് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പോണൻസിൽ ഓരോന്നിലും എന്തൊക്കെയാണ് ഉള്ളത്, ഇൻപുട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ മൗസ്, നമ്മൾ ഇത് നീക്കാൻ വേണ്ടിയിട്ട്, ടൈപ്പ് ചെയ്യാൻ വേണ്ടി കീബോർഡ്, അത്തരം കാര്യങ്ങൾ. ഔട്ട്പുട്ട്, നമുക്ക് അവസാനം കിട്ടേണ്ട ഡിസൈഡ് കാര്യങ്ങൾ. നമുക്കിപ്പോൾ ഒരു വിഷ്വൽ കിട്ടണം, അത് മോണിറ്ററിലേക്കൂടെ കിട്ടും. നമുക്ക് കിട്ടേണ്ട ഓഡിയോ സ്പീക്കറിലേക്കൂടെ കിട്ടും. അതൊക്കെയാണ് ഔട്ട്പുട്ടിൽ ബേസിക് കാര്യങ്ങൾ. ഈ നടുക്കുള്ള കാര്യങ്ങളാണ് അധികം പരിചയമില്ലാത്തൊരു കാര്യം. പ്രോസസ്സിങ്, കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, ഈ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിനിടയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അതിലാണ് പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ പറയുന്നത്. ഈ ഒരു ബോക്സ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഇത് ഷോർട്ട് ഫോം നമ്മൾ കേട്ടിട്ടുണ്ടാവും, CPU-ൻ്റെ ഫുൾ ഫോമും ഓർമ്മിച്ച് നോക്കണം, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇതിപ്പോൾ എളുപ്പമാണ്. പക്ഷേ ഇനി ക്വസ്റ്റ്യനിൽ സെൻട്രലിന് പകരം വേറെ എന്തെങ്കിലും വരും, പ്രോസസ്സിങ്ങിന് പകരം വേറെ എന്തെങ്കിലും പ്രോഗ്രാമിംഗോ സെൻട്രൽ പ്രോഗ്രാമിംഗ് യൂണിറ്റ് എന്നോ അങ്ങനെയൊക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ CPU-ൻ്റെ ഫുൾ ഫോം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇത് ഓപ്ഷനിൽ വരുമ്പോൾ അങ്ങനെയായിരിക്കും, സെൻട്രൽ പ്രോഗ്രാമിംഗ് യൂണിറ്റ്. അപ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ CPU-ൻ്റെ ഫുൾ ഫോം നോക്കുക. അപ്പോൾ ഇതിൽ ഉൾക്കൊള്ളുന്ന എന്തൊക്കെയാണ്, CPU-ൽ ഉൾക്കൊള്ളുന്ന എന്തൊക്കെയാണ്, അതിവിടെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി വരുന്നത് ഇത് ജസ്റ്റ് ഒന്നും കൂടെ തിരിച്ചു വരാം. ആദ്യം ഇൻപുട്ട്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. യൂണിറ്റ് കണ്ടെയ്ൻ ഡിവൈസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് വി എൻ്റർ ഡാറ്റ, കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ കൊടുക്കുന്നത് ഇൻപുട്ട്. CPU, ഇവിടെ നമുക്കൊരു വേർഡ് തന്നിട്ടുണ്ട്, ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. ഇതൊക്കെ ഈ
ഒരു പിന്നെ ഇതിങ്ങനെ എഴുതി കാണുമ്പോൾ നമുക്ക് എളുപ്പമാണെങ്കിലും ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്താണ്? CPU, മെമ്മറി, മദർ ബോർഡ്, അങ്ങനെയൊക്കെ ഓപ്ഷനിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ടിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കീവേഡ്സ് നോക്കുക. ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് CPU. ഓൾ ടൈപ്സ് ഓഫ് അപ്പോൾ ഈ IT നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടത് നമുക്ക് അറിഞ്ഞ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് പുതുതായിട്ടൊന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? CPU-ൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. CPU-ൻ്റെ അകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടോ? പ്രോസസ്സ് ചെയ്യുന്നുണ്ട് എന്നറിയാം. അപ്പോൾ സ്റ്റോർ ഡാറ്റ അതുണ്ട്. പിന്നെ ഒരു റിസൾട്ട് ഔട്ട്പുട്ടിൽ മാത്രമല്ല, ഇതിലൊരു ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. CPU പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന് കൺട്രോൾ യൂണിറ്റ്, ALU, ഇതിൻ്റെ ഫുൾ ഫോമും ഓർമ്മിച്ച് വെക്കണം. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. മൂന്നാമത്തത് മെമ്മറി യൂണിറ്റ്. ഈ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താവും? നമ്മൾ അരിത്തമെറ്റിക് ഫങ്ഷൻസ് അതൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അതൊക്കെ യൂസ് ചെയ്യാനായിരിക്കും ഇതിന് വരുന്നുണ്ട്. കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ CPU എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ആദ്യം വരിക പഴയ കമ്പ്യൂട്ടർ യൂസ് ചെയ്തവർക്ക് ഈ ഒരു ബോക്സ് മനസ്സിൽ വരും. അപ്പോൾ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഇനി മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? ഇത് 3 കമ്പോണൻസ് ആണ് ഈ CPU എന്ന് പറയുന്നത്. ഒന്നാമത്തെ കൺട്രോൾ യൂണിറ്റ്, രണ്ടാമത് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, ഏറ്റവും അവസാനമായിട്ട് മെമ്മറി യൂണിറ്റ്. ഇതിലാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന റാം, റോം ഒക്കെ ഉൾപ്പെടുന്നത്. അപ്പോൾ CPU 3 ടൈപ്പ്: കൺട്രോൾ യൂണിറ്റ്, ALU, മെമ്മറി യൂണിറ്റ്. ആ 3 സെപ്പറേറ്റ് ഇവിടെ നോക്കുക. എന്താണ് ഒരു കൺട്രോൾ യൂണിറ്റ്? ഒരു CPU-ൻ്റെ അകത്തെ കൺട്രോൾ യൂണിറ്റ് എന്താണ്? This unit controls the operations of all parts of the computer but does not carry out any actual data processing operation. അപ്പോൾ ഇവിടുന്ന് ആകെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പുതുതായിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയായിരിക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കേണ്ടത്. കൺട്രോൾ യൂണിറ്റ് ആക്ച്വൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നില്ല. ദിസ് യൂണിറ്റ് കൺട്രോൾസ് ദ ഓപ്പറേഷൻസ് ഓഫ് ഓൾ പാർട്സ് ബട്ട് ഡസ് നോട്ട് ക്യാരി ഔട്ട് എനി ആക്ച്വൽ ഡാറ്റ പ്രോസസ്സിംഗ് ഓപ്പറേഷൻ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഏതോ ഒരു സ്റ്റെപ്പിലായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക. കൺട്രോൾ യൂണിറ്റിൽ എന്ത് ചെയ്യുന്നില്ല? ആക്ച്വൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കി നമുക്ക് ഊഹിക്കാമല്ലോ. ഇറ്റ് ഒബ്റ്റെയിൻസ് ദ ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ മെമ്മറി, ഇൻ്റർപ്രറ്റ്സ് ദം ആൻഡ് ഡയറക്ട്സ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ. രണ്ടാമത്തതാണ് ALU, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. അരിത്തമെറ്റിക് സെക്ഷൻ, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. അപ്പോൾ അരിത്തമെറ്റിക്കും ഉണ്ട്, എന്തുണ്ട്? ലോജിക്കും ഉണ്ട്. അപ്പോൾ ഈ രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നു. അരിത്തമെറ്റിക് വേറെ, ലോജിക് സെക്ഷൻ വേറെ. അപ്പോൾ അരിത്തമെറ്റിക് സെക്ഷനിൽ എന്തൊക്കെയാണ് പെർഫോം ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അടുത്തൊരു സെക്ഷൻ ALU-ലെ 2 സെക്ഷനുകൾ. അതിൽ ആദ്യത്തേത് A എന്ന് പറഞ്ഞു, രണ്ടാമത്തെ L ലോജിക്ക്. ഇവിടെയാണ് ലോജിക്കൽ ഓപ്പറേഷൻസ്. 2 ഡാറ്റ, നമ്മുടെ കയ്യിൽ കുറേ ഡാറ്റയുണ്ട്, അതിനെ ലോജിക്കലായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. എന്ത് ചെയ്യേണ്ടി വരും? ആ ഡാറ്റയെ കമ്പയർ ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യേണ്ടി വരും. ഡിസൈഡ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യേണ്ടി വരും. മറ്റ് വേറെ സെലക്ട് ചെയ്ത ഡാറ്റയായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? മാച്ച് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരുപാട് ഡാറ്റകൾ മെർജ് ചെയ്യേണ്ടി വരും. മെർജിങ് ഓഫ് ഡാറ്റ ചെയ്യേണ്ടി വരും. അപ്പോൾ ലോജിക് സെക്ഷനിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ഉൾക്കൊള്ളുന്നു? ഇറ്റ് പെർഫോം ലോജിക് ഓപ്പറേഷൻസ് സച്ച് ആസ് കമ്പയറിങ്. കുറേ ഡാറ്റ ഉണ്ടാവും. അപ്പോൾ ആ ഡാറ്റകൾ തമ്മിൽ കമ്പയർ ചെയ്യണം. ആ ഡാറ്റകൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് വെക്കുന്നതോ അല്ലാത്തതോ ആയ ഡാറ്റകൾ തമ്മിൽ എന്ത് ചെയ്യേണ്ടി വരും? മാച്ച് ചെയ്ത് നോക്കേണ്ടി വരും. എന്നിട്ട് ഡാറ്റകൾ മെർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ പറഞ്ഞു. കാരണം ഇത് ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത ശേഷമാണ് ശരിക്കും നമ്മൾ തിയറി ഒന്നുകൂടെ പഠിക്കേണ്ടത്. അന്നേരം നമുക്ക് ഇതിലെന്താണ് പ്രസ് ചെയ്യുന്ന പോയിന്റുകൾ എന്ന് മനസ്സിലാവില്ല. മൂന്നാമത്തത് സ്റ്റോറേജ് യൂണിറ്റ്. CPU-ൻ്റെ അകത്തെ 3 പോയിന്റുകളുണ്ട്. അതിലെ മൂന്നാമത്തതാണ് മെമ്മറി. ആദ്യം നമ്മൾ പറഞ്ഞത് കൺട്രോൾ യൂണിറ്റ്, ALU, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. മൂന്നാമത്തത് മെമ്മറി യൂണിറ്റ്. ദിസ് യൂണിറ്റ് ക്യാൻ സ്റ്റോർ ഇൻസ്ട്രക്ഷൻ, ഡാറ്റ ആൻഡ് ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ്. ഇതൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായത്? ഇൻ്റർമീഡിയറ്റ് റിസൾട്ടൊക്കെ എവിടെ ഉണ്ടായത്? ആദ്യം പറഞ്ഞ പോയിന്റിൽ. അവിടെ നിന്നൊക്കെ ഉണ്ടാകുന്ന ഇൻസ്ട്രക്ഷൻസും ഡാറ്റയും ഒക്കെ ഇവിടെ സ്റ്റോർ ചെയ്യുന്നു. ദിസ് യൂണിറ്റ് സപ്ലൈസ് ഇൻഫർമേഷൻ ടു അതർ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഉണ്ടാകുന്ന ഡാറ്റയും ഇൻഫർമേഷനും ഒക്കെ ഈ മെമ്മറി യൂണിറ്റിൽ സ്റ്റോർ ചെയ്യും. സാധാരണ മെമ്മറി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഒന്നല്ല, സ്റ്റോറേജ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ പെർമനൻറ്റ് മെമ്മറി ഓർ പ്രൈമറി സ്റ്റോറേജ്. അതായത് ഇപ്പോൾ നമ്മളെ ഒരു പെൻ ഡ്രൈവ് കുത്തുന്നു,
ഒരു കമ്പ്യൂട്ടറിലേക്ക് പെൻഡ്രൈവ് കുത്തുന്നു, അഥവാ ഒരു CD യൂസ് ചെയ്യുന്നു, ഫ്ലോപ്പി യൂസ് ചെയ്യുന്നു, നമ്മളൊരു ഹാർഡ് ഡിസ്ക് കുത്തുന്നു, അതൊക്കെ എന്താണ്? സെക്കൻഡറി ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ല എന്താണ്? CPU-ൻ്റെ അകത്തെ മെമ്മറി എന്ന് പറയുന്നത് ഈസ് ഓൾസോ നോൺ ആസ് ദ പെർമനൻറ്റ് മെമ്മറി ഓർ പ്രൈമറി സ്റ്റോറേജ്. ഇറ്റ് സൈസ് എഫക്ട് സ്പീഡ് പവർ ആൻഡ് കേപ്പബിലിറ്റി. അപ്പോൾ വില കൂടിയ കമ്പ്യൂട്ടർ വാങ്ങുന്നത് എന്തിനാണ്? അപ്പോൾ അതിൻ്റെ CPU-യിലെ മെമ്മറി കൂടുമ്പോൾ എന്താവും? അതിൻ്റെ പവർ കൂടും, അതിൻ്റെ സ്പീഡ് കൂടും, കേപ്പബിലിറ്റി കൂടും. അപ്പോൾ ആദ്യത്തെ ആ 3 ഭാഗം എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി ഇത് ഭയങ്കര റാൻഡായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതത്ര നമുക്ക് ഒന്നും ആവശ്യമില്ല. തീരെ കമ്പ്യൂട്ടറിനെ പറ്റി തീരെ അറിയാത്ത ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ നോക്കേണ്ടതില്ലൂ. ഇതെന്താണെന്ന് നോക്കിയാൽ ഇത് കീബോർഡാണെന്ന് മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. ഇനി ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇൻപുട്ട് ഡിവൈസസ്. ഇതെന്തിനാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെയാണ്, കുറേ ലിസ്റ്റ് ചെയ്യും, 4 ഓപ്ഷനിലുണ്ടാവും. എന്നിട്ട് ഇതിലൊന്ന് മാത്രമേ ഇൻപുട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്കാനർ എന്ന് പറയുന്നത് ഉണ്ടാവും, പ്രിൻ്റർ എന്ന് പറയുന്നത് ഉണ്ടാവും. അപ്പോൾ സ്കാനർ ഇൻപുട്ട് ആണെന്നും പ്രിൻ്റർ ഔട്ട്പുട്ട് ആണെന്നും നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചില കാര്യങ്ങളുണ്ടാവും. ഇതിലൊരു QR കോഡ് ഇത് വരുന്ന ബാർകോഡ് റീഡർ. അപ്പോൾ ഇത് നമുക്ക് അധികം ചിലപ്പം സ്ഥിരമായിട്ട് കേട്ടുപരിചയമുണ്ടാകും. പക്ഷെ എന്താണ് ബാർകോഡ് റീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബാർകോഡ് ഞാൻ റീഡ് ചെയ്തിട്ട് അത് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്താണ്? അത് ഇൻപുട്ടാണ്. രണ്ടാമത്തത് ഔട്ട്പുട്ട്. പ്രിൻ്റർ അധികം ഓപ്ഷനിൽ കാണലുണ്ട്. പ്രിൻ്ററിൻ്റെ കൂടെ എന്തും ഉണ്ടാവും? സ്കാനറും ഉണ്ടാവും. അപ്പോൾ കുറച്ച് ആളുകൾക്ക് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സ്കാനർ ഇൻപുട്ട് ആണെന്നും പ്രിൻ്റർ ഔട്ട്പുട്ട് ആണെന്നും ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ എന്താണ് സ്കാനർ? ഇത് രണ്ടുപേർക്കും ഓപ്ഷനിൽ അടുപ്പിച്ചിട്ട് ഒരേപോലെ ഉണ്ടാവുക. കുറച്ചും കൂടെ എക്സാമ്പിൾസ് കാണിക്കുന്നുണ്ട്. ഒപ്റ്റിക്കൽ പെന്ന്, ഇത് നോക്കി നോക്കണം. ഒപ്റ്റിക്കൽ പെന്ന് അതെന്താണ്? ഇൻപുട്ടാണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ചിട്ട് ഈ ഒരു സാധനം ഇതധികം കേട്ട് പരിചയമില്ലാത്ത എന്താണ്? പ്ലോട്ടർ. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു തരം പ്രിൻ്റർ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി നല്ല ഹൈ ഡെഫിനിഷൻ ഹൈ ക്വാളിറ്റിയിലൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മൾ ഒഴിവാക്കും, ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് ഒക്കെ. പക്ഷേ എക്സാമിൽ വരുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പ്ലോട്ടർ എന്ന് ഒരുപാട് ആളുകൾ അധികം കേൾക്കാത്ത വാക്കായിരിക്കും. അപ്പോൾ ഇതിൽ പ്രീവിയസ് ഇയർ ചെയ്തിട്ട് വീണ്ടും തിയറി പഠിക്കാൻ തിരിച്ചു വരുന്നതാണ് ഇപ്പോൾ നല്ലത്. എന്നാലേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആദ്യം പഠിക്കുമ്പോൾ ഇതൊന്നും മനസ്സിൽ പിടിക്കൂല. അപ്പോൾ പ്ലോട്ടർ ഇനി എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ട് ഡിവൈസാണ്. പ്ലോട്ടർ എന്ന് പറയുന്നത് പ്രിൻ്റർ തന്നെയാണ്, പക്ഷേങ്കിൽ സാധാ പേപ്പർ പ്രിൻ്റ് ചെയ്യുന്നത് പോലെ ഹൈ ക്വാളിറ്റിയിൽ പ്രിൻ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പ്ലോട്ടർ. അപ്പോൾ ഇങ്ങനത്തെ കീവേഡ്സ് തിയറി പഠിക്കുമ്പോൾ പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് കമ്പ്യൂട്ടർ മെമ്മറീനെ എങ്ങനെയൊക്കെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. മെമ്മറി ഈസ് ഇൻറ്റേർണൽ സ്റ്റോറേജ് മീഡിയ ഓഫ് കമ്പ്യൂട്ടർ മേജർലി കാറ്റഗറൈസ്ഡ് ഇൻറ്റു 2 ടൈപ്സ്. 2 ടൈപ്പായിട്ട് കമ്പ്യൂട്ടർ മെമ്മറിയെ, അതാണ് ഈ 2 കാര്യങ്ങൾ. ഇതാണ് ആദ്യത്തെ 2 സെപ്പറേഷൻ, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. ഈ ക്യാഷ് മെമ്മറി ഇതിൽ ഈ പ്രധാനപ്പെട്ട 2 ടൈപ്പിൽ വരുന്നതല്ല, അതതിന് പുറത്ത് പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. അപ്പോൾ ആദ്യം നമ്മൾ പ്രൈമറി മെമ്മറി എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, CPU-ൻ്റെ മെമ്മറി എന്ന് പറയുമ്പോൾ. അതാണ് പ്രൈമറി മെമ്മറി. അതിൻ്റെ വേറൊരു പേരാണ് മെയിൻ മെമ്മറി. മെയിൻ മെമ്മറി അഥവാ പ്രൈമറി മെമ്മറി. അതിൽ ഉൾക്കൊള്ളുന്ന 2 കാര്യങ്ങളാണ് റാമും റോമും. റാമിൻ്റെ ഫുൾ ഫോം, റോമിൻ്റെ ഫുൾ ഫോം സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്നതാണ്. അടുത്തത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക. സെക്കൻഡറി മെമ്മറിയിൽ ഉൾക്കൊള്ളുന്ന നമുക്ക് പരിചയമുള്ള കാര്യങ്ങൾ: ഹാർഡ് ഡിസ്ക്, SSD, DVD, ഫ്ലോപ്പി ഡിസ്ക്. അപ്പോൾ ഇനി ആ 2 ടൈപ്പിൽ ആദ്യത്തെ മെയിൻ മെമ്മറീനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ഒന്നും കൂടെ നോക്കുകയാണ്. എന്താണ് പ്രൈമറി മെമ്മറി അഥവാ മെയിൻ മെമ്മറി? പ്രൈമറി മെമ്മറി ഈസ് കമ്പ്യൂട്ടർ മെമ്മറി ദാറ്റ് എ പ്രോസസ്സർ ഓർ കമ്പ്യൂട്ടർ ആക്സസ് ഫസ്റ്റ് ഓർ ഡയറക്റ്റ്ലി. ആദ്യമായിട്ട് കമ്പ്യൂട്ടർ നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ തന്നെ യൂസ് ചെയ്യുന്ന മെമ്മറിയാണ് എന്ത്? പ്രൈമറി മെമ്മറി. ഇറ്റ് ഈസ് ദ മെമ്മറി ദാറ്റ് എ പ്രോസസ്സർ ഓർ കമ്പ്യൂട്ടർ ആക്സസസ് ഫസ്റ്റ് ഓർ ഡയറക്റ്റ്ലി. നമ്മളിപ്പോൾ ഒരു സിസ്റ്റം ബൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം തുറന്ന് വരുമ്പം തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ എന്തിലേക്ക് പോവില്ല? ഒരുപക്ഷെ നമ്മളെ സാധാ ഡെസ്ക്ടോപ്പ് സ്ക്രീനിലേക്കോ അല്ലെങ്കിൽ നമ്മളെ ബൂട്ടിംഗ് മെനുവിലേക്കോ, അതായത് നമ്മൾ വിൻഡോസോ അങ്ങനെ OS സെലക്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പ് കുറച്ച് വരുന്ന ഡാറ്റ ഉണ്ടല്ലോ, ആ ഡാറ്റയൊക്കെ സേവ് ചെയ്യുന്നത് എവിടെയായിരിക്കും? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പ്രോസസ്സറോ കമ്പ്യൂട്ടറോ ഒക്കെ ആദ്യം യൂസ് ചെയ്യുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. അതിനെ 2 ആയിട്ട് തിരിക്കുന്നു, റാം, റോം. ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോൾ ശ്രദ്ധിക്കേണ്ട.
റാം, റോം. ഒരു റാമിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ലേ ഇത് റാൻഡം ആക്സസ് മെമ്മറി. ഇത് ഭയങ്കര സിമ്പിളാണെന്ന് വായിക്കാം, ഇപ്പോൾ ഇവിടുന്ന് വായിക്കുമ്പോൾ എളുപ്പമാണ്. പക്ഷേ ഇത് എക്സാമിന് വരുമ്പോൾ ഇങ്ങനെ വരും, റാൻഡം ആക്സസ് മെമ്മറി, റാൻഡം എ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു വാക്ക് വരും, റീഡ് ആക്സസ് മെമ്മറി. ഇപ്പോൾ റാൻഡമും റീഡും ഒക്കെ അവിടെ എത്തുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇത് ശരിക്കും ഓർമ്മിച്ച് നോക്കണം. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി, റാൻഡംലി ആക്സസ് ചെയ്യുന്ന മെമ്മറി. റാം ഈസ് എ വോളട്ടൈൽ മെമ്മറി. അപ്പോൾ ഇവിടെ ഒരു വാക്ക് ഉപയോഗിച്ചു, വോളട്ടൈൽ. ഇപ്പോൾ നമ്മളിപ്പോൾ റിയൽ ലൈഫിൽ വോളട്ടൈൽ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു സ്ഥിരതയില്ലാത്ത, അതായത് പെട്ടെന്ന് മാറുന്ന. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബെൻസിന് അല്ലെങ്കിൽ ഈതർ, പെട്രോളിയം ഈതറിനെ പറ്റിയൊക്കെ പറയും വേണ്ട. അതായത് നമുക്ക് പരിചയമുള്ള ഒരു എക്സാമ്പിൾ പെട്രോൾ, സാധാ പെട്രോൾ ഒരു കുപ്പിയിലെടുത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഗ്യാസ് ആയിട്ട് പോകും. അതായത് പെട്രോൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്യാസ് ആയിട്ട് പോവില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കും. അതായത് അൺപ്രഡിക്റ്റബിളുമാണ്, അത് സ്റ്റേബിൾ അല്ല. പെട്രോളെല്ലാം തുറന്നു. അപ്പം അതുപോലെ ഇവിടെ അത് ആ മൈൻഡിലൊന്ന് ആലോചിച്ച് നോക്കുക. വോളട്ടൈൽ മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? വോളട്ടൈൽ മെമ്മറി, ഇറ്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് സ്റ്റോർ ഡാറ്റ ഓർ ഇൻസ്ട്രക്ഷൻസ് പെർമനൻ്റ്ലി അല്ല. ആ റാം മാറിക്കൊണ്ടിരിക്കും. അതിൽ വരുന്ന ഡാറ്റ, അത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റകളൊക്കെ എന്ത് ചെയ്യും? റീറൈറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് വെക്കും. ഇറ്റ് ഈസ് റീഡ് റൈറ്റ് മെമ്മറി വിച്ച് സ്റ്റോർസ് ഡാറ്റ ടിൽ ദ മെഷീൻ ഈസ് വർക്കിംഗ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ സ്ക്രീൻ പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്ത് കളഞ്ഞു. പിന്നെ നമ്മൾ ഈ കമ്പ്യൂട്ടർ വീണ്ടും ഓൺ ആക്കുമ്പം ഇത് തുറന്നു വരില്ല. വീണ്ടും നമ്മൾ സാധാരണ ഡെസ്ക്ടോപ്പ് മെനു ആയിരിക്കും ഓണായി വരിക. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ, ഇപ്പം നമ്മൾ ഈ വീഡിയോ കാണാൻ ഉപയോഗിക്കുന്നതൊക്കെ എന്താണ്? ഒരു റാമിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അത് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുന്നതോട് കൂടിയിട്ട് അത് ഡിലീറ്റ് ആവുകയും. അപ്പോൾ അതാണ് റാം, അതാണ് വോളട്ടൈൽ എന്ന് പറഞ്ഞ വാക്ക് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത്. റാം ഈസ് എ വോളട്ടൈൽ മെമ്മറി. അപ്പോൾ ഇവിടെ വോളട്ടൈൽ എന്ന് പറയുമ്പോൾ ഇത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന റോം ഉണ്ട്. ഈ റോം എന്ന് പറയുന്നത് നോൺ വോളട്ടൈലാണ്. അപ്പം ഇത് രണ്ടും, റാം വോളട്ടൈലും റോം നോൺ വോളട്ടൈലുമാണ്. ഇപ്പം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ലേ? അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് എല്ലാ തിയറിയിലും എടുത്തു പറയുന്നത്. റാം വോളട്ടൈലാണ്. റാമിലുള്ളത് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും, റോമിലുള്ളത് സ്റ്റോർ ചെയ്യും പെർമനൻ്റ് ആയിട്ട്. നോക്കാം. വെൻ യു സ്വിച്ച് ഓൺ ദ കമ്പ്യൂട്ടർ ആൻഡ് പെർഫോം സം ടാസ്ക്, the data and instruction from the hard disk are stored in RAM. As soon as you shut down the computer, the RAM loses all the data. രണ്ടാമത്തെ ടൈപ്പാണ് റോം. ഇതും ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളത്. റീഡ് ഓൺലി മെമ്മറി. ഇപ്പോൾ കാണുമ്പോൾ എളുപ്പമാണ്, പക്ഷെ റീഡിന് പകരം റാൻഡം ഓൺലി മെമ്മറി, റീഡ് ഓൺലിക്ക് പകരം വേറെ എന്തെങ്കിലും. അപ്പം അങ്ങനെ ഇത് ഭയങ്കര കൺഫ്യൂഷനായിട്ട് 4 ഓപ്ഷൻ തരുമ്പം എടുക്കാം. ഡയറക്റ്റ് ഇത് തിയറി പോലെ എഴുതാൻ വേണ്ടി ചോദിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന്. റാം റാൻഡം ആക്സസ് മെമ്മറി, റോം റീഡ് ഓൺലി മെമ്മറി. പക്ഷേ ഓപ്ഷനിൽ ടിക്ക് ചെയ്യാൻ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് എ നോൺ വോളട്ടൈൽ മെമ്മറി. അതായത് വോളട്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിൾ അല്ലാത്തത്. നോൺ വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേബിൾ ആയിട്ടുള്ളത്, പെർമനൻ്റ് ആയിട്ടുള്ളത് എന്നുള്ള അർത്ഥം. ഇറ്റ് ഡസ് നോട്ട് ലൂസ് ഇറ്റ്സ് ഡാറ്റ ഓർ പ്രോഗ്രാംസ് ദാറ്റ് ആർ റിട്ടൺ ഓൺ ഇറ്റ് ഓർ അറ്റ് ദ ടൈം ഓഫ് മാനുഫാക്ചർ. സോ ഇറ്റ് ഈസ് എ പെർമനൻ്റ് മെമ്മറി. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഇമ്പോർട്ടൻറ്റ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ നീഡഡ് ടു പെർഫോം ഇമ്പോർട്ടൻറ്റ് ടാസ്ക്സ്. അപ്പോൾ ഇപ്പം പറഞ്ഞ 2 കാര്യങ്ങൾ, റാമും റോമും, ഇത് എന്തിൽ ഉൾപ്പെടുന്നതാണ്? നേരത്തെ പറഞ്ഞ പ്രൈമറി മെമ്മറിയിൽ ഉൾക്കൊള്ളുന്നത്. റാം റാൻഡം ആക്സസ് മെമ്മറി, റോം റീഡ് ഓൺലി മെമ്മറി. ഇത് രണ്ടും പറയുമ്പോൾ എന്തായി? പ്രൈമറി മെമ്മറീൻ്റെ ആദ്യത്തെ സെക്ഷൻ കംപ്ലീറ്റ് ആയി. അടുത്തത് വരുന്നതാണ് സെക്കൻഡറി മെമ്മറി. ഇതൊക്കെ ഈ പെൻഡ്രൈവ്, നമ്മളെ CD, DVD, ഹാർഡ് ഡിസ്ക്, SD കാർഡ്, ഇതൊക്കെ എന്താണ്? സെക്കൻഡറി മെമ്മറിയാണ്. ദ സ്റ്റോറേജ് ഡിവൈസസ് ഇൻ ദ കമ്പ്യൂട്ടർ കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ ആർ നോൺ ആസ് സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറി എന്താണ്? നോൺ വോളട്ടൈലാണ്. നമ്മളൊരു പെൻഡ്രൈവിലുള്ള ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്ത് അത് കമ്പ്യൂട്ടർ നൂരി വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് കുത്തിയാലും അത് അവിടെ തന്നെ ഉണ്ടാവും. ഇറ്റ് ഈസ് നോൺ വോളട്ടൈൽ ഇൻ നേച്ചർ, സോ പെർമനൻറ്റ്. Secondary memory. There are 3 main types of secondary storage in a computer system. Solid state storage device such as USB memory stick. ഇവിടെ കൊടുത്തിട്ടില്ല, എന്നാലും
യു എസ് ബിൻ്റെ ഫുൾ ഫോം എന്താണ് ഓർമ്മിക്കാൻ വേണ്ടി യൂണിവേഴ്സൽ സീരിയൽ ബസ്. യൂണിവേഴ്സൽ സീരിയൽ ബസ്. യു എസ് ബി എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോമാണ് യൂണിവേഴ്സൽ സീരിയൽ ബസ്. സോളിഡ് സ്റ്റേറ്റ് സ്റ്റോറേജ് ഡിവൈസസ് faster than traditional hard disk drives because the data is stored electrically in silicon chips. അതായത് സെക്കൻഡറി സ്റ്റോറേജിനാ മൂന്നായിട്ട് തിരിച്ചത് അത്ര നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇങ്ങനെ ഈ മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ, സോളിഡ് സ്റ്റേറ്റ്, അതാണ് ഇവിടെ പറഞ്ഞത് സോളിഡ് സ്റ്റേറ്റ്, അങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ ഈ പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ്, ഹാർഡ് ഡിസ്ക്, അതിനൊക്കെ ആ സെക്കൻഡറി സ്റ്റോറേജുകളെ ഇങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. അത് നമുക്കത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ക്വസ്റ്റ്യൻ വരുമോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വരാം. ഇവിടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ഇതെന്താണെന്ന് വെച്ചാൽ DVD ഫുൾ ഫോമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇതും അതുപോലെ തന്നെ DVD ഫുൾ ഫോം ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. അതുപോലെ എന്തുണ്ട് സി ഡിൻ്റെ ഫുൾ ഫോം എന്താ കോമ്പാക്റ്റ് ഡിസ്ക്. CD ഫുൾ ഫോമാണ് കോമ്പാക്റ്റ് ഡിസ്ക്, ഡിസ്ക്. DVD എന്ന് പറയുന്നത് ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്, കോമ്പാക്റ്റ് ഡിസ്ക്. ഈ DVD ഒക്കെ എപ്പോഴും ചോദിക്കലുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്ഷൻ വരിക, ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. ഈ വേഴ്സറ്റൈലിൻ്റെ വിക്ക് പകരം വേറെ എന്തെങ്കിലും ഒരു വിൻ്റെ ഇത് വരും. ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്, DVD, കോമ്പാക്റ്റ് ഡിസ്ക്, CD. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്, ഇതാണ് സെക്കൻഡറി സ്റ്റോറേജ്. അപ്പോൾ ഇത് കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും. ഇത് സെപ്പറേറ്റ് പറയുന്നില്ല, പക്ഷെങ്കിൽ ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞതാണ് സോളിഡ് സ്റ്റേറ്റ് സ്റ്റോറേജ്. രണ്ടാമതാണ് ഒപ്റ്റിക്കൽ ടൈപ്പ്, അതിൽ വരുന്നതാണ് CD, DVD. അതായത് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CD ഇങ്ങനെ ഇതിൻ്റെ അകത്ത് നിന്ന് കറങ്ങുമല്ല. ഈ കറങ്ങുമ്പോൾ ആ ലേസർ സ്കാൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, CDയും DVDയും ഒക്കെ വർക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇവിടെ എന്തില്ല, അങ്ങനെ കറങ്ങുന്നൊരു ഒബ്ജക്റ്റ് ഇതിൻ്റെ അകത്തില്ല. USB എന്ന് പറയുമ്പോൾ നമ്മൾ പെൻഡ്രൈവിൻ്റെ അകത്തില്ല, എന്തും കറങ്ങുന്നില്ല. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ലേസർ സ്കാൻ യൂസ് ചെയ്തിട്ടാണ്. യൂസ് എ ലേസർ ടു സ്കാൻ ദ സർഫസ് ഓഫ് സ്പിന്നിങ് ഡിസ്ക് ഫ്രം മെറ്റൽ ആൻഡ് പ്ലാസ്റ്റിക്. അടുത്തത് മാഗ്നറ്റിക്, അതാണ് ഹാർഡ് ഡിസ്ക്. ഈ ഹാർഡ് ഡിസ്ക് തുറന്നു നോക്കിയാൽ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, ചെറിയൊരു റൊട്ടേറ്റ് ചെയ്യുന്നൊരു പാർട്ടുണ്ട്. ഈ ഹാർഡ് ഡിസ്കിൻ്റെ ഒക്കെ അകത്ത് CD പോലെ തന്നെ ചെറിയൊരു റൊട്ടേറ്റ് ചെയ്യുന്നൊരു പാർട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് സച്ച് ആസ് ഹാർഡ് ഡിസ്ക് യൂസ് മാഗ്നറ്റിക് ഫീൽഡ്സ് ടു മാഗ്നറ്റിസ്റ്റിനി ഇൻഡിവിജ്വൽ സെക്ഷൻസ് ഓഫ് എ മെറ്റൽ സ്പിന്നിങ് ഡിസ്ക്. ഇതെന്താ, ഇത് തെറ്റാണോ അല്ല ഇങ്ങനെയാകുമോ ഇത്? മാഗ്നറ്റിസിറ്റിനി ഈച്ച് ടൈനി സെക്ഷൻ റെപ്രസെൻറ്റ് 1 ബിറ്റ്. ഈ ബിറ്റും ഇതൊക്കെ എവിടെയാണ് പഠിക്കുന്നത്? ബിറ്റ്, പിന്നെ ബൈറ്റ്, അത് നമ്മൾ ഇതിൽ പഠിക്കും. MB, KB, അത് നമ്മൾ സ്റ്റോറേജിൻ്റെ അകത്ത് വരുമ്പോൾ പഠിക്കും. എ ബൈനറി 1 ആൻഡ് എ ഡീമാഗ്നറ്റൈസ്ഡ് സെക്ഷൻ 0. അതായത് ബിറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ബൈനറി എന്ന് പറയുന്നത് എന്താണ്, 1ഉം 0ഉം ഉപയോഗിക്കുന്ന കോമ്പിനേഷൻസ്. ഇതിൽ 1 എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, മാഗ്നറ്റൈസ്ഡ് സെക്ഷൻ. 0 എന്ന് പറയുമ്പോൾ ഡീമാഗ്നറ്റൈസ്ഡ് സെക്ഷൻ. ഇത് മാഗ്നറ്റൈസ്ഡ് സെക്ഷൻ എന്നാണല്ലേ. 1 എന്ന് പറയുന്നത് മാഗ്നറ്റൈസ്ഡ് സെക്ഷൻ, 0 എന്ന് പറയുന്നത് ഡീമാഗ്നറ്റൈസ്ഡ് സെക്ഷൻ. സെക്കൻഡറി സ്റ്റോറേജിൽ നമ്മൾ ആദ്യം 2 സെപ്പറേറ്റ് പറഞ്ഞു, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി. അടുത്തതാണ് ചെറിയൊരു മെമ്മറിയാണ്, നമ്മൾ സ്ഥിരം ഫോണിലൊക്കെ നമ്മൾ ക്യാഷ് ക്ലിയർ ചെയ്യുന്നുണ്ടല്ലോ, അതാണ് ക്യാഷ് മെമ്മറി. CACHE, ക്യാഷ് മെമ്മറി. It is a chip-based computer component that makes retrieving data from the computer's memory more efficient. ഇതെന്താ പറഞ്ഞതെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഇറ്റ് ആക്ട് ആസ് എ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി എഫിഷ്യൻ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു യൂസർ ഫേസിൽ സ്പീഡാക്കുന്നതിന് വേണ്ടിയിട്ട്, എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട്, സൗകര്യപ്രദമാക്കുന്നതിന് വേണ്ടിയിട്ട്, അതാണ് എഫിഷ്യൻ്റ് ആക്കുക എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. It acts as a temporary storage area that the computer's processors can retrieve data from easily.
അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മളെ മെയിൻ മെമ്മറി എന്നുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മളെ മെയിൻ മെമ്മറി, സെക്കൻഡറി മെമ്മറി, അതൊക്കെ നമ്മൾ അവസാനം പ്രോസസ്സ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ CPU വെച്ചിട്ടാണ്. അപ്പോൾ ഓരോരോ തവണയും നമ്മൾ ഈ ഡാറ്റയൊക്കെ CPU എന്ത് ചെയ്യേണ്ടി വരും? അങ്ങ് ദൂരെയുള്ള സെക്കൻഡറി മെമ്മറിയിൽ നിന്നോ അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിൽ നിന്നൊക്കെ നമ്മൾ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യും? ഓരോരോ തവണയും കളക്ട് ചെയ്തിട്ട് വരേണ്ടി വരും. അപ്പോൾ ഈ ഓരോ തവണയും ഈ ഡാറ്റ കളക്ട് ചെയ്ത് വരുന്നതിന് പകരം നമ്മളിപ്പോൾ എടുത്ത ഡാറ്റ എന്ത് ചെയ്യും? നടുവിൽ വെക്കും. ഇങ്ങനെ നമ്മൾ ഒരു മെമ്മറി, ഒരു ഡാറ്റ ഇവിടെ പോയി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഓരോ തവണയും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഒരു ആപ്പ് ആദ്യമായിട്ട് തുറക്കുമ്പോൾ കുറേ സമയം എടുക്കും ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് പെട്ടെന്ന് തുറക്കുന്നു, ആ തുറക്കുമ്പോൾ ആദ്യം തുറന്ന് വരാൻ ചിലപ്പോൾ ഒരു 1.5 സെക്കൻഡ് എടുക്കും. പക്ഷേ വീണ്ടും നമ്മളത് മിനിമൈസ് ചെയ്തിട്ട് വീണ്ടും എടുക്കുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തുറന്നു വരും. അപ്പോൾ അന്നേരം സംഭവിക്കുന്നത് എന്താണെന്ന് ശരിക്കും, നമ്മൾ എടുത്ത ഡാറ്റ ഇതിൻ്റെ നടുവിൽ കൊണ്ടുവെക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? CPU കുറച്ച് ദൂരം വന്നിട്ട് ഇത് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് ബേസിക്കലി, ഇത് ടെക്നിക്കലി കറക്റ്റ് അല്ലെങ്കിലും ബേസിക്കലി ഇതിൻ്റെ ലോജിക്ക് അതാണ്. നമ്മൾ ദൂരെ പോയി ഒരു സാധനം എടുത്തുകൊണ്ടിരുന്നതിന് പകരം അത് നടുവിൽ കൊണ്ടുവെക്കും. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഈ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമ്പോൾ എന്ത് ചെയ്യും? സ്പീഡ് കൂടുമ്പോൾ എഫിഷ്യൻറ്റി കൂടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിട്ടില്ല കുറച്ച് കാര്യങ്ങൾ. നമ്മൾ മെമ്മറി യൂണിറ്റ്, നമ്മൾ ഈ മെമ്മറി എന്നൊക്കെ പറയുന്നത് എന്താണ്? നമുക്കിപ്പോൾ നെറ്റിൻ്റെ സ്പീഡ് എങ്ങനെ അളക്കുക? 100 KB, 1000 KB, 1 MB/s അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ സ്റ്റോറേജിൽ. അതാണ് ഇവിടെ പറയുന്ന ബേസിക് കാര്യങ്ങൾ. ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു യൂണിറ്റ് അതാണ് ബിറ്റ്. അതായത് ബൈനറി ഡിജിറ്റ് ആണ് ഈ ബിറ്റിൻ്റെ ഫുൾ ഫോം. ഇത് സിമ്പിളാണ്, കുറേ ആൾക്ക് അറിയില്ല. ഇത് ബിറ്റിൻ്റെ ഫുൾ ഫോം എന്താണ്? ബൈനറി ഡിജിറ്റ്. ബിറ്റ് ബൈനറി ഡിജിറ്റ്. BIയും ഈ Tയും ചേരുന്നതാണ് ബിറ്റ്. ബിറ്റ് ഒരു ഷോർട്ട് ഫോം തന്നെയായിട്ടാണ് കണക്കാക്കുന്നത്. ബിറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ഫോമിൻ്റെ അർത്ഥത്തിലല്ല, ബിറ്റ് എന്ന് പറയുന്നത് ബൈനറി ഡിജിറ്റാണ്. ബൈനറി ഡിജിറ്റ് ഈസ് ലോജിക്കൽ 0 and 1 representing a passive or an active state of a component in electric circuit. നമ്മളെ 1, 2, 3, 4 ഉണ്ടല്ലോ, അത് എന്താണ്? ഒരു ഡെസിമലാണ്. ഡെസിമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 to 9 വരെയുള്ള 10 നമ്പറുകൾ യൂസ് ചെയ്തിട്ടാണ് അത് നമ്മളെ ലോകത്തുള്ള എല്ലാ നമ്പറിനെയും എല്ലാ കാര്യങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്നത്. അതാണ് ഡെസിമൽ. ഇതുപോലെ ഈ 1, 2, 3 2ഉം 3ഉം ഒന്നും ഉപയോഗിക്കാതെ ഈ 0ഉം 1ഉം മാത്രം യൂസ് ചെയ്യുന്ന സെറ്റപ്പിന് പറയുന്ന പേരാണ് ബൈനറി. ബൈ എന്ന് പറയുമ്പോൾ 2, 0ഉം 1ഉം 2 എണ്ണം, അത് യൂസ് ചെയ്യുന്നതാണ് ബൈനറി. ക്ലിയറായി? കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറിയാണ്. എല്ലാത്തിനെയും ബൈനറിയിലേക്ക് മാറ്റിയാൽ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അത് ഇപ്പോൾ നമ്മൾ 251 എന്നുള്ളൊരു ഡിജിറ്റ് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അപ്പോൾ ഈ 251 ഈ 0ൻ്റെയും 1ൻ്റെയും ഫോമിലേക്ക് മാറ്റിയാൽ മാത്രമേ കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യത്തെ കാര്യം ബേസിക് യൂണിറ്റ് ബിറ്റ്. അടുത്തതാണ് 4 ബിറ്റ്. ഇപ്പോൾ ഇതാണ് ഒരു ബിറ്റ്. ഇങ്ങനത്തെ 4 എണ്ണം ചേരുന്നതാണ് എന്ത്? നിബിൾ. എ ഗ്രൂപ്പ് ഓഫ് 4 ബിറ്റ്സ് ഈസ് കോൾഡ് നിബിൾ. ഇത് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഒരു നിബിൾ എത്ര ബിറ്റാണ്? ഓപ്ഷനിലുണ്ടാവും 4, 8, 2. അപ്പോൾ ഇതിലൊക്കെ കൊടുക്കാണ്. ഈ 8 എന്നുള്ളത് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ആദ്യം തന്നെ ഇത് ക്ലിയർ ചെയ്യുക. നിബിൾ, അപ്പോൾ ഞാനിത് ഓർമ്മിച്ച് വെച്ച്, N എന്ന് പറയുന്നത് 14 ആൽഫബറ്റിക് ഓർഡറിൽ. ആ 4 യൂസ് ചെയ്യുക. N എന്ന് പറയുന്നത് 14. എ ഗ്രൂപ്പ് ഓഫ് 4 ബിറ്റ്സ് ഈസ് കോൾഡ് നിബിൾ. അടുത്തതാണ് ബൈറ്റ്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, 1000 MB, ഒരു 600 MBൻ്റെ സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ബി എന്തല്ല? ബിറ്റല്ല, അത് ബൈറ്റാണ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, അത് ബൈറ്റാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന KB-യിലും MB-യിലും ഒക്കെ യൂസ് ചെയ്യുന്നത് ബൈറ്റാണ്. എ ഗ്രൂപ്പ് ഓഫ് 8 ബിറ്റ്സ് ഈസ് കോൾഡ് ബൈറ്റ്. എ ഗ്രൂപ്പ് ഓഫ് 8 ബിറ്റ്സ് ഈസ് കോൾഡ് ബൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലായി. 4 ബിറ്റ് എന്ന് പറയുന്നത് നിബിളാണ്, 8 ബിറ്റ് എന്ന് പറഞ്ഞാൽ ബൈറ്റാണ്. അപ്പോൾ ഇവിടെ പറയാത്തൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 നിബിളാണ്. അപ്പോൾ അത് ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് സിമ്പിളി മനസ്സിലാക്കാമല്ല. 4 ബിറ്റ് ചേർന്നാൽ ഒരു നിബിളാവും, 8 ബിറ്റ് ചേർന്നാൽ ഒരു ബൈറ്റ് ആവും. അതിൻ്റെ അർത്ഥം 2 നിബിൾ ചേർന്ന് കഴിഞ്ഞാൽ 2, 4 ചേർന്നാൽ 8 ആവും. അപ്പോൾ ബൈറ്റായി. അടുത്ത ഒരു എക്സാമിന് കൺഫ്യൂഷൻ വരുന്നത്, ഇത് ഏകദേശം എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഓപ്ഷനിൽ വരിക 1 കിലോ ബൈറ്റ് എത്ര ബൈറ്റാണെന്ന് ചോദിക്കും. ഓപ്ഷൻ എ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്ന ആൻസർ 1000 എന്നായിരിക്കും. അപ്പോൾ നമ്മളെ മനസ്സിൽ എന്താണ്? 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം.
അപ്പോൾ കിലോ എന്ന് പറയുന്നത് പൊതുവെ 10⁻³ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. അപ്പോൾ നമ്മളെ മനസ്സിൽ കിലോ ബൈറ്റ് എന്ന് പറയുമ്പോൾ ആ ലോജിക്ക് പ്രകാരം 1000 ഗ്രാം ആണ് 1 കിലോ ഗ്രാം. അപ്പോൾ ആ 1000 എന്നായിരിക്കും ഓപ്ഷനിൽ എ തന്നെ കൊടുക്കും. കുറേ ആൾ ഇതിൽ പെടും. അപ്പോൾ എന്തല്ല 1000 അല്ല 1024 ബൈറ്റിനെ കിലോ ബൈറ്റ് ആക്കുമ്പോൾ 1024. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒരു മെഗാബൈറ്റ് എന്ന് പറയുന്നത് 1024. ഇതിന് നമുക്ക് ഓർമ്മയുണ്ടാവും. കാരണം നമ്മൾ നെറ്റിൻ്റെ സ്പീഡ് നോക്കുക, 1600 KB ഒക്കെ ആയിരിക്കും നെറ്റിൻ്റെ സ്പീഡ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പരിചയമുണ്ടാവും. MB അത് നമുക്ക് പരിചയമുണ്ടാവും. 1 GB എന്ന് പറയുന്നത് 1024. ഇവിടെ 1000 അല്ല, 1024ൻ്റെ ടേമിലാണ്. 1 GB എന്ന് പറയുന്നത് 1024 MB ആണ്. അടുത്തത് നമ്മൾ ഹാർഡ് ഡിസ്കിൻ്റെ ഒക്കെ അളവ് പറയും എങ്ങനെ 2 TBൻ്റെ ഹാർഡ് ഡിസ്ക്. അപ്പോൾ 1024 GB ചേരുന്നതാണ് 1 TB എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ TB വരെയേ പറയുന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്തതും എങ്ങനെയായിരിക്കും ഫോളോ ചെയ്യുക? അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിട്ടില്ല, എന്നാലും നമുക്ക് എങ്ങനെയായിരിക്കും ജസ്റ്റ് അറിയേണ്ടവർക്ക് വേണ്ടിയിട്ട് 1024 TB എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന് വിളിക്കുന്ന പേര് അതിൻ്റെ അടിയിലുള്ളതാണ്, ഇതിന് ശേഷമുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിന് ശേഷമുള്ള എന്തായിരിക്കും? അതിന് വിളിക്കുന്ന പേരാണ് പെറ്റ, PETA, പെറ്റാബൈറ്റ്. 1024 TB ചേർന്ന പെറ്റയായി. പെറ്റേൻ്റെ അടിയിലുള്ളത് എന്താണ്? എക്സ. അടുത്തത് എക്സ കഴിഞ്ഞിട്ടോ സെഡ്, പിന്നെ അടുത്ത യോട്ട. അപ്പോൾ ഇത് ജസ്റ്റ് നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാം. KB, MB, GB, TB അതുവരെ നമുക്ക് സ്ഥിരം പരിചയമുള്ളതാണ്. അതിന് ശേഷമുള്ള ഒരു 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 1024 TB ചേർന്നാൽ അതൊരു പെറ്റ, അടുത്തത് എക്സ, സോട്ട, സെറ്റ, യോട്ട. അതാണ് അതിന് ശേഷം വരുന്നത്. ഇതിലധികവും ഇവിടുത്തെ വരെയൊക്കെ ഉണ്ടാവുമല്ലോ, ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിക്കാൻ സാധ്യത. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ സ്റ്റോറേജ് യൂണിറ്റ്. ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ബൈറ്റ്സ്. അപ്പോൾ ഇവിടെ ബേസിക്കലി ഒന്നും കൂടെ നോക്കുകയാണെങ്കിൽ ഇവിടത്തേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം ബിറ്റ്, ഏറ്റവും ചെറിയ ബൈനറി ഡിജിറ്റ്. ബിറ്റിൻ്റെ ഫുൾ ഫോം ബൈനറി ഡിജിറ്റ്. ഇതെന്താണ്? 0, 1 എന്ന് പറയുന്ന ബൈനറി ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അടുത്തത് 4 ബിറ്റ് നിബിള്, 8 ബിറ്റ് ബൈറ്റ്, KB, MB, GB, TB, പെറ്റ, എക്സ, സെറ്റ, യോട്ട.